നമസ്കാരം. പിറവം സെന്റ് ജോൺസ് ബെത്ലഹേം പള്ളിയിൽ സംഘർഷം. ഓർത്തഡോക്സ് യാക്കോബ വൈദികർ തമ്മിലടിച്ചു. അനുകൂല ഉത്തരവുമായി ഓർത്തഡോക്സ് വിഭാഗത്തിലെ 2 വൈദികർ ഇന്ന് പള്ളിയിലെത്തി. എതിർവിഭാഗത്തിന്റെ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. എത്തിയവർ തങ്ങൾക്ക് പ്രാർത്ഥനാ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് സംഘർഷം ഉണ്ടായത്. അച്ഛാ സമാധാനമായിട്ട് കേസ് തീർന്നല്ലേ, ഇനിയിപ്പോ എന്നത്തിനാ ഞങ്ങൾ നേരെ ഇത് നേരെ ലൈവാട്ടാ അച്ഛാ, ജാമ്യം കിട്ടൂല പ്രൊട്ടക്ഷൻ. അതിനാ ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പിറവം പള്ളി തർക്കത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം ഒന്ന് നോക്കാം. യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട്. മലങ്കര സഭയിലെ ആത്മീയ നേതൃത്വത്തെയും ഭരണ സംവിധാനത്തെയും ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് പിന്നീട് വലിയ നിയമ പോരാട്ടങ്ങളിലേക്കും പള്ളി തർക്കങ്ങളിലേക്കും വഴിമാറിയത്. കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുള്ള പിറവം വലിയ പള്ളി ഈ ഒരു തർക്കങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറുകയായിരുന്നു. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള അവകാശവാദങ്ങൾ കാലങ്ങളായി തുടരുന്നതും ചരിത്രപരമായി വലിയ ചർച്ചാ വിഷയമായി മാറിയതുമാണ്. പിറവം പള്ളി യാക്കോബായ സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ്. അവിടുത്തെ ഇടവകാംഗങ്ങളിൽ ഭൂരിപക്ഷവും യാക്കോബായ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളും പാത്രിയാർക്കീസ് ബാവയുടെ നേതൃത്വവും അംഗീകരിക്കുന്നവരാണ്. തങ്ങളുടെ തലപ്പള്ളിയായ ഇവിടെ തങ്ങളുടെ വിശ്വാസപ്രകാരം ആരാധന നടത്താനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണമെന്നാണ് യാക്കോബായ വിഭാഗം നിരന്തരം ആവശ്യപ്പെടുന്നത്. വിശ്വാസപരമായ സ്വാതന്ത്ര്യവും പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ചാണിവർ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി മലങ്കര സഭയുടെ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. 1934 മലങ്കര ഓർത്തഡോക്സ് സഭ ഭരണഘടന പ്രകാരമായിരിക്കണം പള്ളിയുടെയും ഭരണത്തിന്റെ അവകാശമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഈ വിധിയാണ് ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കൂടുതൽ തീവ്രമാക്കുന്നതിലേക്ക് നയിച്ചത്. നിയമപരമായ ഒടുവിലത്തെ അംഗീകാരം എന്ന നിലയിൽ ഈ വിധി വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. സുപ്രീം കോടതി വിധി പ്രകാരം പള്ളികളുടെ ഭരണം ഓർത്തഡോക്സ് സഭ ഭരണഘടന അനുസരിച്ചായിരിക്കണമെന്ന് വ്യക്തമാക്കപ്പെട്ടു. പള്ളിയിലെ വികാരിയെ നിയമിക്കാനുള്ള അധികാരവും നിയമപരമായി ഓർത്തഡോക്സ് സഭയ്ക്കാണ് എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും യാക്കോബായ വിശ്വാസികൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. ഭരണപരമായ ഈ മാറ്റങ്ങൾ താഴെത്തട്ടിലുള്ള ഇടവകകളിൽ വലിയ സംഘർഷങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമായി മാറി. വിധി നടപ്പാക്കാൻ അധികാരികളും പോലീസും എത്തിയപ്പോൾ പിറവം പള്ളിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. പള്ളിയുടെ മുകളിൽ കയറിയും മറ്റു വിശ്വാസികൾ നടത്തിയ പ്രതിഷേധങ്ങളും ആത്മഹത്യാ ഭീഷണികളും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. സ്വന്തം വിശ്വാസവും ആരാധനാലയവും സംരക്ഷിക്കാൻ വിശ്വാസികൾ നടത്തിയ ഈ പ്രതിരോധങ്ങൾ കേരള സമൂഹത്തെ തന്നെ പിടിച്ചുലച്ചു. ആരാധനാലയങ്ങൾക്കകത്ത് പോലും ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. പള്ളിത്തർക്കങ്ങളിൽ സർക്കാരിനെ നേരിട്ട് കക്ഷിയോ സാക്ഷിയോ ആകാൻ സാധിക്കില്ല എങ്കിലും കോടതി വിധി നടപ്പിലാക്കേണ്ട ചുമതല സംസ്ഥാന ഭരണകൂടത്തിനുണ്ട്. എന്നാൽ വിധി നടപ്പിലാക്കുന്നതിൽ സർക്കാർ കാണിച്ച കാലതാമസവും ആശയക്കുഴപ്പങ്ങളും വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കി. നിയമവാഴ്ച നടപ്പാക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെടുന്നു എന്ന ആക്ഷേപം BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ശക്തമായി ഉന്നയിക്കുകയുണ്ടായി. ഭരണപരമായ നിസ്സംഗതയാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയതെന്ന വിമർശനവും വ്യാപകമായി ഉയർന്നു. സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ വൈകിയതുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. മറ്റു ഉത്തരവുകൾ നടപ്പിലാക്കാൻ കാണിക്കുന്ന ജാഗ്രത എന്തുകൊണ്ട് സഭാ തർക്കങ്ങളുടെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം കോടതി ഉയർത്തി. നീതിന്യായ വ്യവസ്ഥയുടെ ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിൽ ഭരണകൂടം കാണിക്കുന്ന കാലതാമസം നിയമവാഴ്ചയെ ചോദ്യം ചെയ്യുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു. അച്ഛാ സമാധാനമായിട്ട് കേസ് തീർന്നല്ലേ, ഇനിയിപ്പോ എന്നത്തിനാ ഞങ്ങൾ നേരെ ഇത് നേരെ ലൈവാട്ടാ അച്ഛാ, ജാമ്യം കിട്ടൂല പ്രൊട്ടക്ഷൻ. അതിനാ
പിറവംപള്ളി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിന്നതിനാൽ പലതവണ നിരോധനാജ്ഞയും കനത്ത പോലീസ് സന്നാഹങ്ങളും ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുമുണ്ട്. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കം വഷളാകാതിരിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് നിരന്തരം ഇടപെടേണ്ടി വന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയായി മാറേണ്ടുന്ന സാഹചര്യമായിരുന്നു അത്. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി വലിയ തോതിലുള്ള പോലീസ് സന്നാഹത്തെയാണ് പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് വിഭാഗത്തിൻ്റെതായാലും വിശ്വാസപരമായ അവകാശങ്ങളും ആരാധനാലയങ്ങളുടെ സുരക്ഷിതത്വവും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ നിയമവാഴ്ച നടപ്പിലാക്കുമ്പോഴും നൂറ്റാണ്ടുകളായി വിശ്വാസികൾ അനുഷ്ഠിച്ചു പോരുന്ന ആചാരങ്ങൾക്കും അവകാശങ്ങൾക്കും എതിരായ നടപടികൾ ഉണ്ടാകരുതെന്ന നിലപാടാണ് പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ ദേശീയവാദികൾ ഉയർത്തിക്കാട്ടാറുള്ളത്. സമുദായങ്ങളുടെ ആത്മീയ സ്വാതന്ത്ര്യവും സമാധാനവും സംരക്ഷിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പാർട്ടി കരുതുന്നു. പോലീസ് ബലപ്രയോഗത്തിലൂടെയോ കോടതി ഉത്തരവുകളിലൂടെയോ മാത്രം പരിഹരിക്കാൻ കഴിയുന്നതിനേക്കാൾ ആഴമേറിയ സാമൂഹിക ആത്മീയ പ്രശ്നങ്ങളാണ് പിറവംപള്ളി പോലുള്ള തർക്കങ്ങളുടെ അടിസ്ഥാനം. ഇരുസഭാ വിഭാഗങ്ങളും തമ്മിൽ സൗഹൃദപരമായ ചർച്ചകളിലൂടെയും പരസ്പര ധാരണകളിലൂടെയും മാത്രമേ ഇത്തരം തർക്കങ്ങൾക്ക് എന്ന് നിലനിൽക്കുന്ന ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ. കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ തന്നെ ഇരു വിഭാഗങ്ങളുടെയും വിശ്വാസപരമായ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പിലെത്തേണ്ടത് സമൂഹത്തിന്റെ സമാധാനത്തിന് അനിവാര്യമാണ്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.